ഹായ്, ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വട്ടം കാര്യം കാണിക്കാൻ പോവാണ്. നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു കാര്യം കാണിക്കാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വീട് വെച്ചു. അതിനകത്ത് പല പല കാര്യങ്ങളും ഇത്തിരി ബാധ്യതയൊക്കെ ഉണ്ടായതുകൊണ്ട്, ഇത്തിരി കടങ്ങളും ബാധ്യതയൊക്കെ ഉണ്ടായതുകൊണ്ട് പല പല കാര്യങ്ങൾ ഓരോന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വരിക. ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വിരിപ്പ് മാറ്റി നമ്മൾ ചവിട്ടുന്ന ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടതാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ ഒരു ദിവസം ഫുൾ എൻ്റെ വീട് ഞാൻ കാണിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതെടുത്ത് കാണിച്ച വീഡിയോ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉള്ള എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെടുത്ത് ഞാൻ കാണിക്കണം. എനിക്ക് അധികമൊന്നും ആൾക്കാർ എൻ്റെ വീഡിയോ കാണാറില്ല. 10,000 പേരോട് ഇപ്പോൾ അടുത്തായിട്ടുണ്ട്. അവർക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. കാരണം ഇത്രയൊക്കെ ഞാൻ ഇവിടം വരെ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടും ഒരുപാട് പേരുടെ നിന്ദനകളും ഒരുപാട് പേരുടെ ഒരുപാട് സഹിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോഴോ മറ്റുള്ളവർ നമ്മളെ നിരാശപ്പെടുത്തുമ്പോഴോ നമ്മൾ തളരരുത്. കാരണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരാണെങ്കിൽ കടബാധ്യതയിൽ മരിക്കുന്നവരുണ്ട്. ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങളിൽ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ മരിക്കാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി മരിക്കുന്നു, അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിച്ചേ മതിയാവൂ. നമുക്ക് കടങ്ങൾ വരും, ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, അതെല്ലാം വരും. പക്ഷെ അതൊക്കെ നേരിടാൻ നമുക്കൊരു കരുത്ത് വേണം. ഒരു 10-50 വട്ടമൊന്നുമല്ല എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെ തോറ്റുകൊടുക്കും. നമ്മളെ അടിച്ച് താഴ്ക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മളിപ്പം ഓരോരുത്തരിരുന്ന് നമ്മളെ കാണേ ചിരിക്കുകയും പറയുകയും നമ്മളോട് സ്നേഹവും കാണിക്കും. പക്ഷേ നമ്മൾ പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മോശമായിട്ട് നമ്മളെ ഒരാളടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ലെന്ന് തോന്നി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മാറിക്കൊടുക്കണം. പിന്നെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ പോകരുത്. അതുപോലൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വീടില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട്. ഒരു വീടില്ലാതെ വാടകയ്ക്കൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കിടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു വീട് എനിക്ക് ദൈവം ഒരുക്കി തന്നു. ഈ വീട് വെച്ചതിന് ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഇവിടുന്ന് ഈ വീട് പണി കഴിഞ്ഞ് എല്ലാവരും വിചാരിച്ച് ഈ വീട് ഞാൻ വെച്ച് കടം കയറി ഇത് ഞാൻ വിറ്റിട്ട് ഇവിടുന്ന് പോകുമെന്ന്. പക്ഷേ അവിടെയൊക്കെ ദൈവം എന്നെ നടത്തി. ഞാൻ ജോലി ചെയ്യുന്നിടത്തും ഞങ്ങൾ 2 പേരും, ഒരാൾ മാത്രമല്ല, ഞങ്ങൾ ഈ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊത്ത് മോളെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു അച്ഛൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിലോട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു കടം തീർക്കുക. അന്നേരം ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കും സാധിക്കും. നമുക്കൊരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്കത് മറികടന്ന് പോകാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറയുന്നത്, 10 ലക്ഷം രൂപയ്ക്ക് മേളിലോളം എനിക്ക് ബാധ്യതകൾ വന്നു. ഞാൻ നിലവിളിക്കാനും കരഞ്ഞിട്ടുണ്ട്. പല രാത്രികളിലും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇത്രയും ചന്ദ്രൻ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്, അവനവൻ്റെ ആസ്തിക്കനുസരിച്ച് അവനവൻ്റെ ഇതനുസരിച്ച് വലിയ വെക്കാം. അങ്ങനെയൊന്നും വന്നതല്ല ഇത്. ഞാൻ എൻ്റെ ഈ ഒരു വീട് വെക്കാനായിട്ട് എൻ്റെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി, ഞങ്ങൾ 2 പേരുടെ ജോലി ചെയ്ത് സ്വരുക്കൂട്ടി വെച്ച സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് അസുഖമാവുന്നതും. അപ്പം പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് വരികയും, ഈ വീട് പണി സമയത്താണ് അറ്റാക്ക് വരികയും ഇങ്ങനെയൊക്കെ ആയപ്പം ഞങ്ങൾ അതിൽ അമ്മയും കൊണ്ട് ഓടിയ ഓട്ടത്തിൽ നമുക്ക് ഒരുപാട് പൈസ വന്ന് ചിലവായി. അങ്ങനെ ഞങ്ങൾ കരുതി വെച്ചിരുന്നൊക്കെ അങ്ങോട്ടൊക്കെ എടുക്കേണ്ട വന്നു. അങ്ങനെയാണ് ബാധ്യത വന്നത്. അതൊന്നും എനിക്കൊരു വിഷമേ അല്ല. ബാധ്യതകൾ വരുന്ന വിഷയം, നമ്മുടെ അച്ഛനമ്മമാർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ വീടോ പ്രതാപോ ഒന്നും അന്നേരം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയാമല്ല, എനിക്ക് എല്ലാവരുടെയും കാര്യത്തില്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം അവരാണ് എൻ്റെ വലിയ സമ്മാനം. കാരണം എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ എനിക്ക് ഈ ഭൂമിയിൽ എന്തും, എൻ്റെ മക്കൾ പോലും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെന്ന് കണ്ടാൽ ഞാൻ ഒന്നും നോക്കത്തില്ല. അപ്പോഴേ ഞാൻ ഇറങ്ങി ഓടി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരുണ്ടായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. ലോകത്തു നിന്ന് എത്രയോ പേര് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് കളയുന്നു. അതൊക്കെ ആ പാവമൊക്കെ എവിടെ കൊണ്ട് തീർക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഒന്നും ബിന്ദു തളർന്നില്ല. ബിന്ദു
ഇപ്പോഴും നല്ല ഇതായിട്ട് തന്നെ കഷ്ടപ്പെടാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഷ്ടപ്പെടാൻ നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമുക്കതിനുള്ള ബലവും കരുത്തും തരും. ഇപ്പം തന്നെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഓരോ ഓട്ട മത്സരം നടത്തിയാലേ ഇപ്പം 5 പേര് ഓടുന്നിടത്ത് 5 പേർക്കും ഫസ്റ്റ് കിട്ടണമെന്നില്ല. ഒരാൾക്ക് അത് ഫസ്റ്റ് കിട്ടും. പക്ഷെ നമ്മളെ ചവിട്ടി താഴ്ത്തുന്നവരെ മുമ്പിൽ പിന്നെയും നമ്മളങ്ങ് താണു കൊടുക്കാൻ പോകരുത്. അവർ ചവിട്ടി താക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉയർന്നു കയറാനായിട്ട് നോക്കണം. അങ്ങനെ നോക്കി വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ ഒരു ദിവസം എൻ്റെ വീട് ഫുള്ള് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.